പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച 2 മലയാള ചിത്രങ്ങളെ സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട്. അതിൽ ഓണച്ചിത്രങ്ങൾ മുൻപ് നിന്ന അജയന്റെ രണ്ടാം മോഷണം, കിഷ്കിന്താകാണ്ട്, അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ ചിത്ര ഫുട്ടേജ് തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റുകളാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ആഴ്ച സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ് വാഴ എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ഈ ഒരു ചിത്രം തമിഴിലെ ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി, അതായത് ഏകദേശം നാളത്തെ കഴിഞ്ഞ് മിഡ് നൈറ്റോട് കൂടി നമുക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഈ ആഴ്ച OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ്. സർഫറ എന്ന് പറയുന്ന അക്ഷയ് കുമാർ ചിത്രമാണ്. സുറൈ പൊട്ടു എന്ന് പറയുന്ന സൂര്യ ചിത്രത്തിന്റെ റീമേക്ക് ആണിത്. ചിത്രം അവിടെ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായത്. സുധാ കൊങ്കാരിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചിത്രം കാണേണ്ടവർക്ക് ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ച OTT വഴി 2 മലയാള ചിത്രങ്ങളാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന നമ്മുടെ ജോണി ആന്റണി, അതോടൊപ്പം സുധീഷ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമാണ്. ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് സിംപ്ലി സൗത്ത് വഴിയാണ്. ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഈ ആഴ്ച OTT വഴി റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ മലയാള ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ സോണി ലൈവ് വഴി ഡയറക്റ്റ് OTT വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന സീരീസ് ആണ് ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സീരീസ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എടുത്തിരിക്കുന്നത് നമ്മുടെ സൈജു കുറുപ്പാണ്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. സോണി ലൈവ് വഴിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ച കൺഫേംഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ OTT റിലീസ് കൺഫേം ആയിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെത്തി ജൂലൈ മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ. ചിത്രം തിയേറ്ററിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് സിനിമാ പ്രേമികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് നടത്തുന്ന പറയാൻ സാധിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഡേറ്റ് കൺഫേം ആകുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഫോത്തോടെ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു ഡേറ്റ് കൺഫേംഡ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭ്യമായിരിക്കണം. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഹോട്ട്സ്റ്റാർ വഴി എന്നാണ് ചിത്രം റിലീസ് ചെയ്യുന്ന ഡേറ്റ് പുറത്തു വരുന്നിട്ടില്ല. ഒരുപക്ഷെ ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി നമുക്ക് ചിത്രം കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുള്ള മറ്റ് ചിത്രങ്ങൾ നോക്കിയാണ് ഓണച്ചിത്രങ്ങളിൽ മുൻപന്തി നിന്ന ചിത്രമായിരുന്നു ആസിഫിന് കേന്ദ്ര കഥാപാത്രം എടുത്തിയ കിഷ്കിന്താകാണ്ട് എന്ന് പറഞ്ഞ സിനിമ. ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ മികച്ച വിജയമായിട്ട് മാറിയിട്ടുണ്ടെന്ന് 75 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസത്തോടുകൂടി OTT വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഒക്ടോബർ മാസം അല്ലെങ്കിൽ നവംബർ മാസം ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഒരു ലിസ്റ്റിലെ അവസാന അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ ഓണച്ചിത്രമായിട്ടെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഇതിനോടൊപ്പം തന്നെ 100 കോടി കളക്ട് ചെയ്ത് വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ചിത്രം നമുക്ക് നവംബർ മാസത്തോടുകൂടി ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചിത്രങ്ങൾ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പൊ ഇതിലെ ചിത്രം കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.